അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ്. നമ്മുടെ ചെറിയ വെബ് സീരീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആൾക്കാരിലേക്ക് റീച്ച് ആവുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ വെബ് സീരീസ് അഭിനയിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല പ്രൊജക്റ്റ് ആയിരിക്കും. ഓഡിയൻസ് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണെൻ്റെ വിശ്വാസം. എല്ലാം കൂടെ ചേർത്ത് തമാശ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ സംവിധായകനെയും പ്രവീണിനെയും നിർമ്മാതാക്കളെയും റൈറ്ററെയും ഒക്കെ വളരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും ഇരിക്കുന്നവരെല്ലാവരെയും മറ്റ് ഇവിടെ ഇരിക്കുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ എല്ലാവരും സഹകരണം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെയൊക്കെ അനുഭവമായിരുന്നു. ആ വയനാട്ടുകാർ വളരെയധികം നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അത്രയധികം ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാളെ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം ഇപ്പം 3 എപ്പിസോഡായിരുന്നു നമ്മൾ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാവരും ഒരു നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. നമ്മൾ കുറച്ച് കാലങ്ങളെക്കുറിച്ച് ത്രില്ലർ മൂഡിലൊക്കെ കുറച്ച് കാലം അല്ലെങ്കിൽ അങ്ങനെ കുറേ കാലം വെബ് സീരീസൊക്കെ കുറിച്ച് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റാണ് ഈ പ്രീമിയർ ലീഗ്. അതിനകത്ത് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസിലെ സെക്കൻഡ് അസോസിയേഷനാണ്. ആദ്യം തന്നെ എനിക്ക് ഇതിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് രാജനോടാണ്. KC ഷൂട്ട് എടുക്കുമ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ അതിലേക്ക് ഒരു വേഷം തരാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് നാച്ചുറലി പ്രവീൺ ചേട്ടനോട്ടും ദീപനോട്ടും എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സിലാ വേഷം തന്നത്. ദീപമായിട്ടുള്ള 2ാമത്തെ അസോസിയേഷൻ കട്ട് പീസ് കുട്ടിന് ശേഷം എനിക്ക് സൈക്കിൾ പോകാനെന്നത് തന്നു. പിന്നെ അശോക് എല്ലാവരും ഈ 4 ഇതിന് മുന്നേ സഹകരിച്ച നല്ല ഓർമ്മകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു. പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും തീർച്ചയായിട്ടും. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഈ ഒരു സപ്പോർട്ട്, ഇങ്ങനത്തെ ഒരു ഫൺ, എന്താ പറയുക, നമുക്കൊരു ദീപുവിൻ്റെ തിരക്കഥകൾ അല്ലെങ്കിൽ ബ്ലോഗുകൾ വായിച്ചിട്ടുള്ള ദീപുവിൻ്റെ ഒരു ലോകം, ആ ലോകം തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. പേരൂർ പോലുള്ളൊരു സീരീസിന്റെ ഭാഗമാവുക, അതിലൊരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വളരെയധികം ഒരു ഭാഗ്യമായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു റോൾ എനിക്ക് തന്നതിന് ഞാൻ പ്രവീണിനോട് നന്ദി പറയുന്നു. എന്നെ സെലക്ട് ചെയ്തതിന് താങ്ക്സ്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറയേ, ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് ഇങ്ങനെ അന്നത്തെ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുക. അപ്പോൾ അശോകൻ ചേട്ടനാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഞാനൊക്കെ ഷൂട്ടിന്റെ സമയത്ത് ഇവരെന്താണ് ചെയ്യണമെന്നുള്ളത് നോക്കി കാണുകയായിരുന്നു. ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു എനിക്ക്. ഇവരുടെ ഡെഡിക്കേഷൻ, ഇവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത്, എനിക്കതൊരു അത്ഭുത രോഗമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആൻഡ് അവർക്കൊക്കെ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. പീതാംബരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ എർത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ക്യാരക്ടറാണ്. അത് ബാക്കി എന്തായാലും നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും ചന്തു എന്താണെന്നും കാര്യങ്ങളൊക്കെ. എനിക്ക് ഈ സിനിമയിൽ അവസരം കിട്ടിയതിന് ഏത് വേഷമായിരിക്കും ചെയ്യുന്നതെന്ന് ആശിച്ചതിന്റെ പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റോളുണ്ട്. അതുപോലെ അശോകൻ സാറിന്റെ കൂടെ ഫണ്ട്സ് അപ്പോഴുള്ള ടൈം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഞാൻ അതിന്റെ മുന്നിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ സിനിമയിൽ ശ്രമം തുടങ്ങുന്നു കിട്ടുന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ സന്തോഷവും എല്ലാം കൂടി വല്ലാത്തൊരു മൊമെന്റ് ആണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു വർക്കാണ്. എന്തുമാകും കൊടുക്കുന്നുണ്ടല്ലോ നേരത്തെ. അതെ, 2 ദിവസമെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സീരീസാണ്. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഓൾറെഡി ക്യാരക്ടർ നെയിം അറിയാം. അവരോടൊരു ഫോൺ കൊടുക്കാൻ പറ്റും, അവരെ ക്യാരക്ടർ നെയിം കിട്ടും. അപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ, എൻ്റെ കൂടെയും അതിൻ്റെ കൂടെ
ചെയ്യാൻ പറ്റി പ്രവീൺ ചേട്ടൻ ഇതുപോലെ ദേവുചേട്ടൻ ഒരു യൂണിവേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഞാനിതിൽ സ്റ്റെപ്പ് ജാഫറിന്റെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. യൂട്യൂബിലെ വെബ് സീരീസിന് ശേഷം ഞാൻ അഭിനയിക്കുന്ന ഒരു വെബ് സീരീസാണ് പേരിലൂർ പ്രീമിയർ ലീഗ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെയധികം സന്തോഷം. പിന്നെ എല്ലാവരും എടുത്തു പറഞ്ഞ ദേവുചേട്ടൻ്റെ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. പ്രവീണേട്ടൻ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. എല്ലാ ക്രൂവിനും എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ജനുവരി 5-ന് ശരിക്കും പേരിലൂരുകാരി അല്ലെങ്കിൽ പോലും അത്ര ഈ പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ടൊരു ബന്ധമില്ല. പറ്റുന്ന അമളികളാണ് മൊത്തത്തിൽ. അത് കയ്യില് മണ്ടത്തരം ഉള്ളതുകൊണ്ടാണ് ഇഷ്ടംപോലെ അമളികൾ പറ്റുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഈ ക്യാരക്ടർ അങ്ങനെയാണ്. ട്രെയിലറിൽ കുറച്ച് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങളാണല്ലോ പറയുന്നത് എങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ക്യാരക്ടർ ത്രൂഔട്ട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടല്ലോ ഇതിനകത്ത്. അത് നിൽക്കും വേണം, എന്നാൽ ഹ്യൂമർ വർക്ക്ഔട്ട് ആവും വേണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം എനിക്ക് അധികം ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അപ്രോച്ച് എങ്ങനെ? താല്പര്യമില്ലായ്മ എന്നുള്ളത് കഥയുടെ ഒരു ഒഴുക്കിനെ സംബന്ധിച്ച് വരുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ ആദ്യം മനസ്സിലാവും നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് വരാനൊരു താല്പര്യമുണ്ട്. പക്ഷെ അത് പിന്നെ അവിടെ നിന്നുള്ള നാട്ടുകാരുടെ പെരുമാറ്റവും നാട്ടുകാരൻ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളും കണ്ടിട്ടാണ് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തും ഈ മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിലാണ് അതിന്റെ ഒരു ഫണ്ടിരിക്കുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ഫണ്ടിരിക്കുന്നത് അവിടെയാണ്. പല കഥാപാത്രങ്ങളും നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കഥകളിൽ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഈ എപ്പോഴും ഒരു ഇരട്ടപ്പേരുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നോട്ടീസ് ചെയ്യുമല്ലോ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇരട്ടപ്പേരുകളോട് ചേർന്നിട്ട് അവർക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവും. അത് രണ്ട് രീതിയിൽ വരാം. നമുക്ക് പേരിൽ നിന്ന് ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാം, ക്യാരക്ടറൈസേഷൻ ഒരു ഇരട്ടപ്പേരും ചേർക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ആർ. രാജേഷ്, കൃതിനി സാർ, സൈക്കോ ബാലേന്ദ്രൻ, അപ്പൊ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അതിനെ നമ്മൾ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഈ ക്യാരക്ടറൈസേഷൻ എടുക്കുമ്പോൾ കൃതിനി സാർ, ആർ. രാജേഷ്, ഓരോരോ കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ക്യാരക്ടറൈസേഷനുകളും ത്രൂ ഔട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം ഒരു സീൻ എടുക്കുന്ന സമയത്ത് ആ സീനിൽ ആക്ച്വലി അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ക്യാരക്ടറൈസേഷൻ അവരുടെ ആ ബോക്സിൽ നിന്ന് പുറത്ത് പോകാനും പാടില്ല. അത് നമുക്ക് എന്താ 125ഓളം കഥാപാത്രങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്തൊരു 80ഓളം പേര് പുതിയ ആളുകളാണ്. പുതിയ ആളുകൾ വെച്ചാൽ സിനിമയിലും സീരീസിലുമാണ് പുതിയത്. പക്ഷെ നാടകത്തിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ക്യാരക്ടറിനെ കുറിച്ചൊരു വ്യക്തമായ ക്ലാരിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഗംഭീര ആക്ടേഴ്സുമാണ്. ഈ സീരീസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അവരുടെ പെർഫോമൻസ് ആയിരിക്കും. ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്കും സണ്ണിയുടെ എഡിറ്റിനെ ക്വാളിറ്റി എടുക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ റിയാക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സണ്ണി അത് ഭയങ്കര രസമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കതൊരു സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. ഹ്യൂമർ ഞാൻ ചെയ്തതോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞിട്ട് വേണം ആരെങ്കിലും പറയാൻ എൻ്റെ അതുപോലെ ഓർക്കാനുണ്ട്. അപ്പോൾ ആ പിന്നീട് പറ്റി ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ചേട്ടൻ സൈക്കോ ബാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റെഫറൻസ് എടുത്തത് ശ്രീനിവാസന്റെ മുതലുണ്ടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണ് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല ഞാൻ കോപ്പി അടിച്ചത്. രോമാഞ്ചത്തിൽ അർജുന ഷോ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പോൾ. സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കും. പപ്പേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെ ദീപുവിനെ പ്രവീഞ്ചനെ സിസ്റ്റർ അതുകൊണ്ട് ദീപുവിനെ വിളിച്ചു കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. സൈക്കോയുടെ പ്രവർത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ മുഖം ഓർമ്മ അർജുന ഷോ അവരുടെ അങ്ങനെ പഠിക്കാൻ പറ്റും. സണ്ണി ഇപ്പോൾ പറഞ്ഞു അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചത്. അപ്പൊ ആക്ച്വൽ സൈക്കോ അതുകൊണ്ട് സീരിയസ് അല്ല. കാസർഗോഡിന് ശേഷം
പേരാതൊരു സിനിമ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഒരു വെബ് സീരീസിന്റെ അനുഭവങ്ങൾ? എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈം വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. നീലാക്സിന്റെ സമയത്താണ് ചെറിയൊരു പോർഷൻ അവിടെ ഷൂട്ട് ചെയ്തത് സോങ്ങിന്റെ. ഒരു ത്രൂഔട്ട് ഒരു വെബ് സീരീസ് അവിടെയാണ് വയനാടാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഞാൻ പോലും അറിയില്ല എത്ര വർഷമായിട്ട്. അപ്പോൾ ഈ വെബ് സീരീസ് ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റർടൈനർ ആണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിലും, അതായത് ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ കൃത്യമായിട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി എൻ്റെ പോർഷൻസിൽ ഞാൻ അങ്ങനെയാണ് കൂടുതൽ ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡയറക്ടർ നമ്മളൊക്കെ അത് സീക്വൻസ് ചെയ്ത് ഞങ്ങൾ തന്നെ അത് കുറച്ച് ചിരിച്ചിട്ട് ചിരിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സിനിമ ഇതുപോലെ തന്നെയാണ് സീരീസ്. കാരണം ഒരു യൂണിറ്റ് നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആളുകളും അതേ യൂണിറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഐറ്റമിൻ്റെ ആൾക്കാർ, പിന്നെ എല്ലാവരും സിനിമയിലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് വളരെ എൻജോയ് ചെയ്തൊരു സീരീസാണ്. അത് നമുക്ക് ഇത് കാണാൻ മനസ്സിലാവുന്ന